നമ്മുടെ ഇന്നത്തെ അവസ്ഥ, നമ്മുടെ ഇന്നത്തെ സാഹചര്യം കണ്ട് നീ തകർന്നിരിക്കുകയാണോ? മനസ്സ് നീറിയിരിക്കുകയാണോ? ഇല്ല, കർത്താവ് എന്നെ കാണുന്നില്ല, എൻ്റെ ഈ വിഷമങ്ങൾ ഈശോ കാണുന്നില്ല, ആ ഒരു നിമിഷം ഈശോ എൻ്റെ കൂടെ ഇല്ല എന്ന് വിചാരിച്ച് ഒരു സെക്കൻഡ് പോലും ഇനി ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണോ നീ? നീ ഭാരപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട. നിനക്കൊരു പുതിയ അനുഗ്രഹം കർത്താവ് തരാൻ പോകുന്നു. കർത്താവ് പറയുന്നു, അവൻ നിന്നെ അനുഗ്രഹിക്കും. എബ്രഹാമിനെ അനുഗ്രഹിച്ച പോലെ അവൻ നിന്നെ അനുഗ്രഹിക്കും. നീ ഭാരപ്പെടേണ്ട. നീ ഇത്രയും താമസിക്കുന്നത്, നിന്റെ ദുഃഖം എത്രത്തോളം താമസിക്കുന്നു അത്രത്തോളം കർത്താവ് ഒരു കഴുകിനെ പോലെ, ഒരു തങ്കമായി കർത്താവ് നിന്നെ പടുത്തുയർത്തും. കർത്താവ് നിനക്ക് അനുഗ്രഹം തരാൻ ഒരു സെക്കൻഡ് മതി. നിന്റെ സമയം അടുക്കുന്ന ആ നിമിഷം അധികം താമസമാകുന്നില്ല. ഒരു നിമിഷം പോലും ഇനി താമസിക്കുന്നില്ല. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. അതിന് സ്വീകരിക്കാൻ നീ കാത്തിരിക്കുക. ഹബക്കുക്ക് 2:3 കർത്താവ് പറയുന്നു, ദർശനം അതിൻ്റെ സമയത്ത് പാർത്തിരിക്കുകയാണ്. ആ സമയം അടുത്തിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും നടക്കും. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. അതെ, കർത്താവ് പറയുന്നു, നിനക്ക് ഒരു നിമിഷം നിന്റെ വിഷമങ്ങൾ മാറാൻ ഒരു സെക്കൻഡ് മതി. നിന്റെ അനുഗ്രഹം വരാൻ നിനക്ക് ഒരു നിമിഷം മതി. എന്ത് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിലാണോ? വർഷങ്ങളായി, 25 വർഷമായി നീ സഹനത്തിലാണോ? 25 വർഷത്തിലായി നീ ദുഃഖത്തിലാണോ? എങ്കിൽ നീ സമാധാനപ്പെടുക. നിന്റെ അനുഗ്രഹത്തിന് ഒരു നിമിഷം വരെ അത് നീ സ്വീകരിക്കുക. നിന്റെ ഭാരപ്പെടുത്തുന്ന വിഷമം നീ എടുത്തു മാറ്റും. ഈശോ പറയുന്നു, നിന്റെ കൂടെ ഞാനുണ്ട്, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം. കർത്താവായ യേശു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു.